ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ആസക്തികളുടെ അടിമത്തങ്ങളുടെ ബന്ധനത്തിൽപ്പെട്ട് നിങ്ങൾ കിടക്കുകയാണോ? മോചനം ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നില്ലേ? തുടരെയുള്ള ചില പാപാവസ്ഥകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? അതിൽ നിന്നെല്ലാം ഒരു മോചനം പ്രാപിക്കാൻ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ, ഒരാളെ വിധിക്കാൻ തോന്നുമ്പോൾ, കുറ്റം പറയാൻ തോന്നുമ്പോൾ, മറ്റൊരാളോട് മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നിറയുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാതെ വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇനി മുതൽ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് ഒരധ്യായം ഒന്ന് വായിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം, അപ്പം നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു സാധകൻ്റെ സഞ്ചാരം എന്ന പുസ്തകത്തിൽ സാധകൻ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. യാത്രയിലെ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ സാധകനോട് തൻ്റെ കഥ പറയുകയാണ്. വിശ്വസ്തനായ എന്നെ മേലധികാരികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, നല്ല നിലയിലുമായിരുന്നു. എന്നാൽ മദ്യപാനത്തിൽ ആസക്തനായി തീർന്നതോടെ 6 ആഴ്ചയ്ക്കകം എന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി. തരം താഴ്ത്തി ശിപായിയായി പാളയത്തിൽ നിയമിച്ചു. അവിടെയും മദ്യപാനം നിമിത്തമുള്ള മോശം പെരുമാറ്റത്താൽ എന്നെ തടങ്കൽ പാളയത്തിലേക്ക് അയക്കാൻ തീരുമാനമായി. ആ സമയത്താണ് ഒരു വൈദികൻ അതിലെ വന്നത്. എൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം കാരണമന്വേഷിച്ചു. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വന്തം സഹോദരനും ഇങ്ങനെയായിരുന്നു. അവന് ഒരു പുരോഹിതൻ സുവിശേഷത്തിൻ്റെ പതിപ്പ് നൽകി. മദ്യം കുടിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം അതിൽ നിന്ന് ഒരധ്യായം വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടെ അധികം വൈകാതെ അവൻ്റെ മദ്യപാനാസക്തി വിട്ടുപോയി. 15 കൊല്ലമായി ഇപ്പോൾ അവൻ മദ്യപാനം നിർത്തിയിട്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ പ്രയത്നങ്ങളും സകലവിധ ചികിത്സകളും വെറുതെയായി. ഇനി ഈ സുവിശേഷം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാവാനാണ്? അതുവരെയും സുവിശേഷം വായിക്കുന്ന പതിവ് എനിക്കുണ്ടായിരുന്നില്ല. അതിനാലാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പിറ്റേന്ന് തന്നെ അദ്ദേഹം എനിക്ക് സുവിശേഷം കൊണ്ടുവന്ന് തന്നു. അത് തുറന്നു നോക്കിയിട്ട് പള്ളിയിലെ പ്രാകൃത ഭാഷ എനിക്ക് മനസ്സിലാവില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. ആദ്യം മനസ്സിലായില്ലെങ്കിലും സശ്രദ്ധം തുടർന്ന് വായിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഒരു സന്യാസി പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പിശാചുക്കൾക്ക് മനസ്സിലാകും. അവർ വിറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ മദ്യപാനാസക്തി നിശ്ചയമായും പിശാചിൻ്റെ ചെയ്തിയാണ്. എന്തായാലും ഞാൻ ആ സുവിശേഷത്തിൻ്റെ ഒരു പതിപ്പ് വാങ്ങി ഒരു പെട്ടിയിലിട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് മദ്യപാനത്തിനുള്ള ജ്വരം എന്നെ ബാധിച്ചു. മദ്യശാലയിലേക്ക് പോകാൻ പണത്തിനായി പെട്ടി തുറന്നതും മുന്നിൽ സുവിശേഷ പുസ്തകം. വൈദികൻ പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഞാൻ സുവിശേഷമെടുത്ത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കാൻ ആരംഭിച്ചു. ഒന്നും മനസ്സിലായില്ല. എന്നാലും വൈദികൻ്റെ വാക്കുകൾ ഓർത്ത് തുടർന്ന് വായിച്ചു. അങ്ങനെ 3-ാം അധ്യായമെത്തി. അപ്പോൾ പാളയത്തിലെ മണിയടിച്ചു. പിന്നെ ആർക്കും പുറത്തു പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഉറങ്ങാൻ പോകണം. പിറ്റേന്ന് വെളുപ്പിന് മദ്യത്തിനായി പോകാൻ തുടങ്ങുമ്പോഴും പെട്ടെന്നൊരാലോചന, സുവിശേഷം വായിച്ചാലോ? അന്നും 2-ാം അധ്യായം വായിച്ചു. അന്നു മുതൽ ഞാൻ ആ ശീലം തുടങ്ങി. പിന്നെ മദ്യത്തോട് എനിക്ക് വെറുപ്പായി. എൻ്റെ മാറ്റം കണ്ട് എല്ലാവർക്കും അത്ഭുതം. 3 വർഷത്തിനകം എന്നെ പട്ടാളത്തിൽ ആദ്യ തസ്തികയിൽ തിരികെ നിയമിച്ചു. നല്ല ഭാര്യയെ കിട്ടി. ഇപ്പോൾ ഉദ്യോഗസ്ഥനായ മകനുമുണ്ട്. എന്നും സുവിശേഷ പാരായണം ചെയ്യും എന്ന പ്രതിജ്ഞയിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. നന്ദിയായും ദൈവമഹത്വത്തിനായും ഞാനിത് വെള്ളിയിൽ പൊതിഞ്ഞു സദാ എൻ്റെ കീശയിൽ മാറോട് ചേർത്ത് കൊണ്ടു നടക്കുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇനി മുതൽ ഏതെങ്കിലുമൊക്കെ ഒരു പാപാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയം, അത് ചെയ്യാനായിട്ട് തോന്നുന്ന സമയം
ബൈബിൾ എടുത്ത് ഒരധ്യായം വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂ. ദൈവം പ്രവർത്തിക്കും.